രാവിലത്തെ കുറച്ച് കലാപരിപാടികൾ കാണിച്ചു തരാം ട്ടോ. ഈ പല്ലേച്ചോണ്ടിരിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, അത് ബാറ്ററി ഇട്ട് പല്ലേക്കുന്ന ബ്രഷാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഒരുമിച്ച് പല്ലേച്ച. അല്ലെങ്കിൽ ഞാൻ കാച്ചിക്കൊണ്ടായിട്ടാ പല്ലേക്കുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അവൻ എന്നോട് വഴക്കിടും. അത് കഴിഞ്ഞ് കുറച്ച് സ്കിൻ കെയർ ആവാന്ന് വിചാരിച്ചിട്ടോ. ഈ മധുരം തിന്നാ എന്റെ മുഖത്ത് പെട്ടെന്ന് കുരു വരും കേട്ടോ. അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയണം കേട്ടോ. മധുരം കഴിക്കണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിയിരുന്നാലും എന്തൊക്കെയായാലും എവിടെന്നെങ്കിലൊക്കെ കഴിച്ചിട്ട് പോകും കേട്ടോ. അങ്ങനെ ഏട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോയി വീണ്ടും അവിടേക്ക് കുറച്ച് മെഴുകുതിരിയൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അതൊക്കെ ഒന്ന് കത്തിച്ച് നോക്കൂട്ടോ, വെറുതെ ഒരു വൈബിന്. എല്ലാ ദിവസം ഒന്നും കത്തിക്കില്ല, ഇവിടെ ഭയങ്കര തണുപ്പായോണ്ട് ഇടക്ക് കത്തിച്ച് വെക്കൂട്ടോ. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ഗോതമ്പ് ദോശ ഉണ്ടല്ലോ, ചപ്പാത്തി മാവ് ഗോതമ്പ്, അതിനകത്ത് ആട്ടയുണ്ടോ, അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മുട്ടയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ അങ്ങോട്ട് പരത്തിട്ട് കൊടുക്കൂട്ടോ. ഇത് ഏറ്റവും ഇഷ്ടമാണ്, ഏറ്റവും കഴിച്ചോളും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കൂണ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിട്ടോ. അതാകുമ്പോൾ അത് ചൂടാക്കിയിട്ട് കൊടുത്തായേ, തലേദിവസം ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ. രാവിലെ എണീച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അതുകൊണ്ട് രാത്രി ഇതുപോലെ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായേ. ഏട്ടൻ തന്നെ എന്റെ കൂട്ടത്തില് 2 വായ ഞാനും ടെസ്റ്റ് അടിച്ച് നോക്കി, കൊള്ളാം കൊള്ളാം ഗൈസ്. അങ്ങനെ ഏട്ടൻ കഴിച്ചു. വീണ്ടും ഒരപ്പം ഉണ്ടാക്കി കൊടുത്തു. 2-3 അപ്പം ഏട്ടൻ കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ കഴിച്ച് ഏട്ടൻ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോകൂട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ കാച്ചിക്കൊണ്ട് എണീപ്പിച്ച് അവനെ പല്ലേപ്പിച്ച് അവന് ഫുഡ് കൊടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഏട്ടൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഏട്ടൻ ഇവിടെ എന്താ ജോലി എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടോ. ഏട്ടൻ ഇവിടെ ബിസിനസ് ആണ് കേട്ടോ ഗൈസ്. അപ്പൊ അങ്ങനെ തണുപ്പത്തേട്ടൻ രാവിലെ തന്നെ പോയിട്ടുണ്ട് ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാനൊരു ദോശ ഉണ്ടാക്കിയിട്ട് നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ടിരിക്കുമ്പോഴേക്കും കാച്ചിക്കൊണ്ട് എണീക്കും ഗൈസ്. അത്രേ ഉള്ളൂ. ടാറ്റ ബൈ.